ഒർട്ടേഗ മുറില്ലോ ഭരണകൂടം വ്യാപകമായ നിയമരാഷ്ട്രീയ പരിഷ്കാരങ്ങളിലൂടെ അധികാരം ഏകീകരിക്കുന്നതിനിടയിലാണ് നിക്കരാഗയിലെ ക്രൈസ്തവരെയും ക്രൈസ്തവ സംഘടനകളെയും ലക്ഷ്യം വെച്ചുള്ള അടിച്ചമർത്തലിനെക്കുറിച്ച് നിരീക്ഷണങ്ങളടങ്ങിയ രേഖ ഓപ്പൺ ഡോർ ഇന്റർനാഷണൽ പുറത്തുവിട്ടത്. മനുഷ്യാവകാശങ്ങൾക്കും സ്വന്തം മതവിശ്വാസത്തിൽ ജീവിക്കുന്നതിനും അഭിപ്രായ സ്വാതന്ത്ര്യത്തിനും വിയോജന അവകാശത്തിനും നിക്കരാഗയിൽ പ്രതിസന്ധികൾ ഏറെയാണ്. 2018 നിക്കരാഗൻ ഗവൺമെന്റിനെതിരായ പ്രതിഷേധങ്ങൾക്ക് ശേഷം ക്രൈസ്തവ സമുദായങ്ങൾക്കെതിരായുള്ള പീഡനങ്ങൾ വളരെ വർദ്ധിച്ചു വന്നിട്ടുണ്ട് എന്ന് പ്രസ്തുത രേഖ ചൂണ്ടിക്കാട്ടുന്നു. 2018 ഏപ്രിൽ 18 ജനവിരുദ്ധ സാമൂഹിക സുരക്ഷാ പരിഷ്കരണങ്ങൾ ഒർട്ടേഗ ഭരണകൂടം നടപ്പിലാക്കിയത്. അധിക നികുതി, പെൻഷൻ ആനുകൂല്യങ്ങൾ വെട്ടിച്ചുരുക്കുക എന്നിവയായിരുന്നു ഇവ. ഇതിനെ തുടർന്ന് രാജ്യമെമ്പാടും പ്രതിഷേധങ്ങൾ ഉയരുകയും നിക്കരാഗയിലെ ക്രൈസ്തവ സഭകൾ സമരവുമായി രംഗത്തിറങ്ങുകയും പ്രതിഷേധക്കാരെ ഭക്ഷണവും പാർപ്പിടവും കൊടുത്ത് സംരക്ഷിക്കുകയും ചെയ്തു. സ്വേച്ഛാധിപത്യത്തിനെതിരായ പ്രതിഷേധങ്ങൾ ഡാനിയേൽ ഒർട്ടേഗ ഗവൺമെന്റിനെ ചൊടിപ്പിക്കുകയും തുടർന്ന് നിക്കരാഗയിൽ ക്രൈസ്തവ സഭാ നേതൃത്വത്തിനും സ്ഥാപനങ്ങൾക്കുമെതിരായ പീഡനങ്ങൾ അഴിച്ചുവിടുകയും സഭാ നേതൃത്വത്തെ രാഷ്ട്രീയ ശത്രുക്കളായി കാണുകയും ചെയ്തിരുന്നു. അന്നു മുതൽ ക്രൈസ്തവ ആരാധനാലയങ്ങളും മറ്റു അനുബന്ധ സ്ഥാപനങ്ങളും ഭരണകൂടത്തിന്റെ സൂക്ഷ്മ നിരീക്ഷണത്തിലാണ്. വലിയ ആഴ്ച, ക്രിസ്മസ്, പരിഹാര പ്രദക്ഷിണ മുതലായ മതപരമായ പൊതുപരിപാടികൾ ഒർട്ടേഗ സർക്കാർ നിരോധിക്കുകയും ക്രൈസ്തവ റേഡിയോ നിലയങ്ങൾക്കെതിരെ ഭീഷണികളും ഉയർത്തുകയും ചെയ്തിരുന്നു. തന്മൂലം വളരെയധികം ക്രൈസ്തവർ ആക്രമണത്തെ ഭയന്ന് തിരുകർമ്മങ്ങൾ നടത്തുവാൻ താൽക്കാലിക ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുകയും രഹസ്യമായി വിശുദ്ധ ബൈബിൾ വായന നടത്തുകയും ചെയ്തിരുന്നു. ക്രൈസ്തവരുടെ വിദേശ സഹായങ്ങൾക്ക് നിയന്ത്രണം വരുത്തുന്ന ലോ 1040യും വിമർശകരെ രാജ്യദ്രോഹികളായി കണക്കാക്കുന്ന ലോ 1055 മുതലായ നിയമങ്ങൾ ഒർട്ടേഗ ഭരണകൂടം നടപ്പിൽ വരുത്തുകയും ചെയ്തിരുന്നു. 2025 ജനുവരിയിൽ നിക്കരാഗയിലെ നീതിന്യായ വകുപ്പിനും തിരഞ്ഞെടുപ്പ് കമ്മിറ്റിക്കുള്ള സ്വാതന്ത്ര്യം എടുത്തുകളയുന്ന നിയമ ഭേദഗതികൾ നടപ്പിൽ വരുത്തുകയും ഒർട്ടേഗയും ഭാര്യ റൊസാരിയോ മുറില്ലോയും നിക്കരാഗയിലെ ജോയിന്റ് കോ പ്രസിഡന്റുമാരുമായി പേരുമാറ്റം വരുത്തുകയും ചെയ്തിരുന്നു. മതസമൂഹങ്ങളെയും എതിർകക്ഷികളെയും അടിച്ചമർത്തുവാൻ വേണ്ടി ഭരണപക്ഷാനുഭാവികളെയും ക്രിമിനൽ പശ്ചാത്തലമുള്ളവരെയും ഉൾപ്പെടുത്തി ഒർട്ടേഗ ഭരണകൂടം വോളണ്ടിയർ പോലീസ് എന്ന സംവിധാനം രാജ്യത്തിന്റെ ചട്ടക്കൂടിൽ നിർമ്മിക്കുകയും ചെയ്തിരുന്നു. കുറ്റം ചുമത്താതെ തന്നെ 3 മാസം വരെ ആളുകളെ തടവിലാക്കാൻ പോന്ന ക്രിമിനൽ പ്രൊസീജിയർ ലോ രാജ്യത്ത് ആവിഷ്കരിക്കുകയും ചെയ്തു. അതുവഴി ധാരാളം ക്രൈസ്തവ പുരോഹിതരും സന്യസ്തരും കാരണം കൂടാതെ തടവിലാക്കപ്പെട്ടിരുന്നു. തന്മൂലം ദീർഘകാലമായി പ്രവർത്തിച്ചിരുന്ന കാരിത്താസ് നിക്കരാഗെ, എപ്പിസ്കോപ്പൽ ചർച്ച്, ദ മൊറാവിയൻ ചർച്ച് എന്നിവ പ്രവർത്തനം അവസാനിപ്പിക്കുകയും ചെയ്തു. പൊതുസേവനം നടത്തുന്ന ക്രൈസ്തവ NGOകളുടെ വസ്തുവകകൾ പിടിച്ചെടുക്കുകയും നികുതി ആനുകൂല്യങ്ങൾ നിർത്തലാക്കുകയും ചെയ്തു. ഇതേ തുടർന്ന് ഓപ്പൺ ഡോർ സംഘടന മതസ്വാതന്ത്ര്യത്തിനെ ഹനിക്കുന്ന പ്രവൃത്തികൾക്കെതിരെ അടിയന്തര നടപടികൾ എടുക്കണമെന്നും ക്രൈസ്തവ മത നേതാക്കന്മാരെ ജയിൽ മോചിതരാക്കണമെന്നും സാമ്പത്തിക നിയമസുരക്ഷകൾ ക്രൈസ്തവ സഭകൾക്ക് നൽകണമെന്നും ഗവൺമെന്റ് അനധികൃതമായി പിടിച്ചെടുത്ത വസ്തുവകകൾ തിരിച്ചു നൽകണമെന്നും ആരാധനാലയങ്ങളെ ചുറ്റിപ്പറ്റിയുള്ള സൂക്ഷ്മ നിരീക്ഷണങ്ങൾ നിർത്തലാക്കണമെന്നും ആവശ്യപ്പെട്ടിരുന്നു. അതേസമയം അന്തർദേശീയ ക്രൈസ്തവ സമൂഹങ്ങൾ ഒറ്റക്കെട്ടായി ഒർട്ടേഗ ഭരണകൂടത്തിന്റെ ക്രൈസ്തവ വിരുദ്ധ കൊള്ളരുതായ്മകൾക്കെതിരെ സമ്മർദ്ദം ചെലുത്തണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കേന ന്യൂസ്.